ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ആൻ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. നമ്മൾ എക്സാമിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അന്ന് നമ്മൾ നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് തന്നെ പലരും ഓർക്കാൻ വഴിയില്ല. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ് വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ, ബേസിക് ടേംസ് അല്ലേ? നമ്മൾ പഠിച്ച ബേസിക് ടേംസുകളിലൂടെ നമ്മളൊന്ന് പോവാണ് ഡാറ്റ സ്ട്രക്ചറിലേക്ക്. എന്താണ് ഒരു ഡാറ്റ? വാട്ട്സ് മീൻ ബൈ എ ഡാറ്റ? എ വാല്യൂ ഓർ എ സെറ്റ് ഓഫ് വാല്യൂസ്. ഇറ്റ് സ്പെസിഫൈസ് വാല്യൂ ഓഫ് എ വേരിയബിൾ ഓർ കോൺസ്റ്റൻറ്റ്. എക്സാമ്പിൾ നെയിം, നമ്പർ, അഡ്രസ്സും ഒക്കെ ഡാറ്റയാണ് അല്ലേ? ഡാറ്റ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സിംഗിൾ യൂണിറ്റ് ഓഫ് വാല്യൂസിനെയാണ് ഡാറ്റ ഐറ്റം എന്ന് പറയുന്നത്. ഈ ഡാറ്റ ഐറ്റത്തെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡാറ്റ ഐറ്റം അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 2: എലിമെൻ്ററി ഡാറ്റ, അതുപോലെ ഗ്രൂപ്പ്ഡ് ഡാറ്റ. എലിമെൻ്ററി ഡാറ്റ മീൻസ് ഡാറ്റ ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സബ് ഐറ്റംസ്. എലിമെൻ്ററി ഡാറ്റ എന്ന് പറയുമ്പോൾ കനോട്ട് ഡിവൈഡഡ് ഇൻ ടു സബ് ഐറ്റംസ്. മാർക്ക്, ഏജ്, അതിനൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണെങ്കിൽ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം നമ്മൾ അഡ്രസ്സ് തന്നെ, അഡ്രസ്സിൽ എന്തൊക്കെ വരും അതിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഹൗസ് നെയിം, പിന്നെ പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലേ? അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ എലിമെൻ്ററി ഡാറ്റ എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് എന്താണ് ഡാറ്റ, എന്താണ് ഡാറ്റ ഐറ്റം, ഡാറ്റ ഐറ്റത്തെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് അതിലൂടെ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിലേക്ക് കടക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് എൻറ്റിറ്റി? വാട്ട്സ് മീൻ ബൈ എൻ എൻറ്റിറ്റി? An entity is an object which has a set of properties called attributes. We can assign values to this attribute. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റി സെറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓൾറെഡി നിങ്ങൾ +2 പഠിച്ചവർക്ക് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ നമ്മൾ കേട്ട് പരിചയം ഉണ്ടാവും. +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികളായാലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച കുട്ടികളാണെങ്കിൽ അവരും ഈ ഡാറ്റാബേസിനെ കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അത് അവിടെ പറയുന്നുണ്ട് എൻറ്റിറ്റിയും എൻറ്റിറ്റി സെറ്റും. ഇനി അതൊന്നും പഠിക്കാത്തവരാണെങ്കിലും എൻറ്റിറ്റീനെ മനസ്സിലാക്കാൻ ഒന്നുമില്ല. അതായത് ഒരു ഒബ്ജക്റ്റിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻറ്റിറ്റി ഈസ് എൻ ഒബ്ജക്റ്റ് വിച്ച് ഹാസ് എ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ്. അതിനൊരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതാണ് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയി എന്നാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഒരു എംപ്ലോയിനെയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് ഇരിക്കുന്നത്. അതൊരു എംപ്ലോയി ഒരു എൻറ്റിറ്റിയാണ്. ഇറ്റ്സ് എൻ ഒബ്ജക്റ്റ് വിച്ച് ഹാസ് എ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് കോൾഡ് ആട്രിബ്യൂട്ട്സ്. അതിന് ആ ഒബ്ജക്റ്റിന് പല പ്രോപ്പർട്ടീസും ഉണ്ടാവും. ആ പ്രോപ്പർട്ടീസിനെയാണ് ഇവിടെ ആട്രിബ്യൂട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ക്യാൻ അസൈൻ വാല്യൂ ടു ദിസ് ആട്രിബ്യൂട്ട്. ആ ആട്രിബ്യൂട്ടിലേക്ക് നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം അല്ലേ? ഇപ്പോൾ എംപ്ലോയിക്ക് എന്തുണ്ടാവും? ഒരു എംപ്ലോയി ആണെങ്കിൽ അയാൾക്കൊരു നെയിം ഉണ്ടാവും, ഒരു ഡെസിഗ്നേഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, സാലറി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതിലൊക്കെ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സാലറി, ഇപ്പോൾ എംപ്ലോയിക്ക് ഒരു ടീച്ചറാണ് എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ എങ്കിൽ അയാളുടെ സാലറി എത്ര, അയാളുടെ നെയിം എന്താണ്, അയാളുടെ ഏജ് എന്താണ്, ഇതൊക്കെ എന്താണ് ആട്രിബ്യൂട്ടുകളാണ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ എൻറ്റിറ്റി സെറ്റ് എന്താ? എൻറ്റിറ്റീസ് വിത്ത് സിമിലർ ആട്രിബ്യൂട്ട്സിനെയാണ് എന്ത് പറയുന്നത്? എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസും, ഇപ്പോൾ നമ്മളെ കോളേജിലാണെങ്കിൽ കോളേജിലുള്ള എല്ലാ ടീച്ചേഴ്സും, അവരെ ടീച്ചേഴ്സിന് എന്താണ് സിമിലർ ആട്രിബ്യൂട്ട് ആയിരിക്കും. ടീച്ചർ എന്ന് പറഞ്ഞ ഡെസിഗ്നേഷൻ സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു പിന്നെ ഫ്രഷ് ആയിട്ട് വന്ന ടീച്ചേഴ്സിനൊക്കെ ഒരേ സാലറി ആയിരിക്കും. അങ്ങനെ സിമിലർ ആട്രിബ്യൂട്ടുകളുള്ള ഒരു എംപ്ലോയിയിലെ, അതായത് ഒരു കമ്പനിയിലെ, ഒരു ഓർഗനൈസേഷനിലെ
ഒബ്ജക്ട്സിനൊക്കെ എന്തുണ്ടാവും, സിമിലർ ആട്രിബ്യൂട്ടുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മളിവിടെ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ വാട്ട്സ് മീൻ ബൈ ഇൻഫർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഡാറ്റനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ നെയിം, അയാളുടെ സ്ഥലം, ഇതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അതെന്താണ്, ഇപ്പോൾ ജസ്റ്റ് ഒരു പേജിൽ ഒരു മൂലക്കിൽ അയാളുടെ പേര് പോകണമെന്നു, പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുറേ ബ്ലാങ്ക് സ്പേസസ് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നു. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു മീനിങ് ഫുള്ളാണോ? ആ പേജിൽ അവിടെ ഇവിടെയായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കത് മീനിങ് ഫുള്ളാണോ? അല്ല. എന്നാൽ അതൊരു സെൻറ്റൻസായിട്ട് എഴുതുകയാണെങ്കിൽ അല്ലേ, ഹസീന കമ്മിങ് ഫ്രം മൊയ്പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസീന വരുന്നത് മൊയ്പോത്ത് നിന്നാണ്. അതൊരു മീനിങ് ഫുൾ ഡാറ്റയാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ അതിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. മീനിങ് ഫുൾ ഡാറ്റ ഓർ പ്രോസസ്ഡ് ഡാറ്റ. ഓക്കെ. ദെൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ, ഫീൽഡ്, റെക്കോർഡ്, ഫയൽ. എന്താ ഇതൊക്കെ? എന്താണ് ഡാറ്റ, എന്താണ് ഫീൽഡ്, എന്താണ് റെക്കോർഡ്, എന്താണ് ഫയൽ? ഫയൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഫയൽ. ഫയൽ ഇൻക്ലൂഡഡ് ആണ് എന്തൊക്കെ? റെക്കോർഡും ഫീൽഡും ഡാറ്റയും ഒക്കെ അല്ലേ. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് സിംഗിൾ ഐറ്റം ആണെങ്കിൽ അതുപോലെയുള്ള ഡാറ്റാസിൻ്റെ കളക്ഷനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഫീൽഡുകളുടെ ഒരു കളക്ഷനാണ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഈ റെക്കോർഡുകളുടെ ഒരു കളക്ഷനാണ് എന്ത് പറയുന്നത്, ഫയൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പിക്ചറിൽ കൂടെ അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഡാറ്റ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഒരു സിംഗിൾ ഡാറ്റ ഐറ്റമാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ കളക്ഷനെ നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നു. ആ ഫീൽഡുകളുടെ ഒരു കളക്ഷനെ നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നു. റെക്കോർഡിൻ്റെ കളക്ഷനെ ഫയൽ എന്ന് പറയുന്നു. നെക്സ്റ്റ് സ്ലൈഡിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫീൽഡ് എന്താ? നെയിം, നമ്പർ, ക്ലാസ്, ഏജ്, മാർക്ക്, ഇതൊക്കെ ഫീൽഡുകളാണ്. ഒരു ഡാറ്റയുടെ നെയിം, നമ്പർ, ക്ലാസ്, ഏജ്, മാർക്ക് എന്നൊക്കെ പറയുന്ന ഫീൽഡുകളാണ്. ആ ഫീൽഡുകളുടെ ഒരു കളക്ഷനാണ് ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലേ. കളക്ഷൻ ഓഫ് ഫീൽഡുകൾ ഉണ്ടാവും. ഒരു പേഴ്സൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ ഓഫ് ഫീൽഡുകളുടെ ഒരു കൂട്ടത്തെയാണ് ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു റെക്കോർഡ് ഉണ്ടാവും അല്ലേ. അതുപോലെയുള്ള മൾട്ടിപ്പിൾ സ്റ്റുഡൻസിൻ്റെ റെക്കോർഡുകൾ കൂടുന്നതാണ് ഒരു ഫയൽ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് റെക്കോർഡ്സ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ, നമ്മളെ ക്ലാസ്സിലാണെങ്കിൽ 24 സ്റ്റുഡൻസ് ഉണ്ട്. 24 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും കംപ്ലീറ്റ് വരികയാണെങ്കിൽ അതിനെ നമുക്കൊരു ഫയലായിട്ട് വെക്കാം. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഫീൽഡ് എന്താ, റെക്കോർഡ് എന്താ, ഫയൽ എന്താന്ന്. ഓക്കെ. ദെൻ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് നോക്കാം. എ ഡാറ്റ സ്ട്രക്ചർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ എലമെൻറ്റ്സ് വിച്ച് കംസ് അണ്ടർ വൺ നെയിം. ഒരു നെയിമിൻ്റെ കീഴിലുള്ള ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഐറ്റത്തിനെയാണ് അല്ലെങ്കിൽ ഡാറ്റ എലമെൻറ്റ്സിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പർട്ടിക്കുലർ വേ ഓഫ് സ്റ്റോറിങ് ആൻഡ് ഓർഗനൈസിങ് ഇൻ എ കമ്പ്യൂട്ടർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഫിഷ്യൻ്റ്ലി. ഇതിനെ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യാം. ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക തരത്തിൽ സ്റ്റോർ ചെയ്യാൻ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ സി പ്രോഗ്രാമിങ്ങിൽ പഠിച്ചിട്ടുണ്ട് ഒരു ഡാറ്റ സ്ട്രക്ചർ, എന്ത് എറേ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ. അവിടെ നമ്മൾ എറേൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ എന്താ പഠിച്ചിരിക്കുന്നത്? എറേ എന്താണെന്നാണ് പഠിച്ചിരിക്കുന്നത്? സിമിലർ ഡാറ്റ ഐറ്റംസ് അല്ലേ, അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. സ്ട്രക്ചറും പഠിച്ചിട്ടുണ്ട്. അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എറേയിൽ സിമിലർ ഡാറ്റയാണെങ്കിൽ, സെയിം ടൈപ്പ് ഓഫ് ഡാറ്റയാണെങ്കിൽ, സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസാണ് അല്ലേ. അങ്ങനെ അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ അറേ നമുക്കൊരു ഡാറ്റ സ്ട്രക്ചറാണെന്ന് പറയാം കേട്ടോ. അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട് അറേനെ പറ്റി, നമുക്ക് നോക്കാം. അപ്പോൾ പെർട്ടിക്കുലർ വേ ഓഫ് സ്റ്റോറിങ് ആൻഡ് ഓർഗനൈസിങ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ യൂസ്ഡ് എഫിഷ്യൻ്റ്ലി. Then next, the logical or mathematical model of a particular organization of data. മറ്റൊരു ഡെഫിനിഷനാണ് ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റനെ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഒന്നുകിൽ ഒരു ലോജിക്കൽ മോഡൽ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ ഡാറ്റേനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം.
ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോഗ്രാംസ്. പ്രോഗ്രാമുകളുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡാറ്റ സ്ട്രക്ചർ ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോഗ്രാംസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ. എന്താണ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ? എങ്ങനെയാണ് ഡാറ്റ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ടൈപ്പിൽ ഡാറ്റ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ എക്സാമുകളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ സ്ട്രക്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2, പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. എന്താണ് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ? വാട്ട്സ് മീൻ ബൈ എ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ? നോക്കാം നമുക്ക്. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് വിച്ച് ആർ സപ്പോർട്ടഡ് ബൈ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് സപ്പോർട്ട് ചെയ്യുന്ന, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഇല്ലേ? ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ട് ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സീൻ്റെ ഒരു റിവിഷനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫണ്ടമെൻ്റൽ ടൈപ്പ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ടൈപ്പ്, ഡിറൈവ്ഡ് ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് ഡയഗ്രം ഒക്കെ ബോർഡിൽ വരച്ചിട്ട് പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടാവും അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെ? ക്യാരക്ടർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. ഇതിനൊക്കെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്? പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻ സി ദ ബേസിക് ഡാറ്റ ടൈപ്സ് യൂസ്ഡ് ക്യാരക്ടർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. ഇതൊക്കെ കൂടി വരുന്നതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ? ക്രിയേറ്റഡ് യൂസിങ് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. ഈ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് എന്ത്? നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്തായിരുന്നു? ഈ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡാറ്റ ടൈപ്സാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. അങ്ങനെയാണ് നമ്മൾ എറേനെ ഉണ്ടാക്കിയത് അല്ലേ? എറേ എന്ന് പറയുന്നത് ഇൻറ്റ് എറേ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്. ആ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് എറേ എന്ന് പറയുന്ന പുതിയ ഡാറ്റ ടൈപ്പ്. ആ എറേ എന്ന് പറയുന്നത് ആരാ? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് അല്ലേ? സിയിൽ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ? അതേ ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ക്രിയേറ്റഡ് യൂസിങ് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ സ്ട്രക്ചറാണ് എന്ത്? നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. അതിന് എക്സാമ്പിളാണ് സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഗ്രാഫ്. ഇങ്ങനെ ഇതൊക്കെ പ്ലസ് 2 പഠിച്ചവരാണെങ്കിൽ അവർ കേട്ടിട്ടുണ്ടാവും. പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് കേട്ടിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് നമുക്ക് പഠിക്കാൻ പോകുന്നതാണിത് കേട്ടോ. നോക്കാം. ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിനെ തന്നെ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ data structure, basically data structure can be classified into 2, primitive and non-primitive. These non-primitive data types are, data structures are again classified into linear data structure and non-linear data structure. ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്താ? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇഫ് ദ എലമെൻറ്റ്സ് ഓഫ് ദി ഡാറ്റ സ്ട്രക്ചർ ആർ സ്റ്റോർഡ് ഇൻ എ ലീനിയർ ഓർ സീക്വൻഷ്യൽ ഓർഡർ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ദ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ഡാറ്റ സ്ട്രക്ചറിലെ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും. അപ്പോൾ അതിനെ എന്ത് പറയുന്നു? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, എറേ. എറേയും സ്റ്റാക്കും ക്യൂവും ലിങ്ക്ഡ് ലിസ്റ്റും ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. 2 വിധത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ? സ്റ്റോർഡ് ഇൻ സീക്വൻഷ്യൽ മെമ്മറി ലൊക്കേഷൻ ആൻഡ് എലമെൻറ്റ്സ് ആർ കണക്റ്റഡ് യൂസിങ് ലിങ്ക്സ്. ലിങ്ക് യൂസ് ചെയ്തിട്ട് കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക സീക്വൻഷ്യലായിട്ട്, അല്ലാതെ മെമ്മറിയിൽ സീക്വൻഷ്യലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ 2 വിധത്തിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എറേയിലും സ്റ്റാക്കിലും ക്യൂയിലും ഒക്കെ സീക്വൻഷ്യലായിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് പഠിക്കും. ഓരോന്നും നമ്മൾ വ്യക്തമായിട്ട് ഓരോ മോഡ്യൂളുകളായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റാക്ക് എന്താ, ക്യൂ എന്താ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്താന്ന് ഓരോ മോഡ്യൂളുകളായിട്ട് തന്നെ നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ കാണാം. ഓരോന്നും നമ്മൾ ഓരോ മോഡ്യൂളായിട്ട് തന്നെ പഠിക്കും. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന്. ഇഫ് ദി എലമെൻറ്റ്സ് ഓഫ് ദി ഡാറ്റ സ്ട്രക്ചർ ആർ നോട്ട് സ്റ്റോർഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ,
ആർ കോൾഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അതായത് ഇഫ് ദി എലമെൻറ്റ്സ് ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ ആർ നോട്ട് സ്റ്റോർഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ, സീക്വൻഷ്യൽ ഓർഡറിലല്ലാതെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ, അതാണ് എന്ത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അതാണ് എന്ത് ട്രീയും ഗ്രാഫും. ട്രീയിലും ഗ്രാഫിലും നോൺ സീക്വൻഷ്യൽ ഓർഡറിലാണ് എന്തിരിക്കുന്നത്, അതായത് സീക്വൻഷ്യൽ ഓർഡറിലല്ല, നോട്ട് സ്റ്റോർഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചറാണ് എന്ത് ട്രീയും ഗ്രാഫും. ഇവിടെ നോക്കാം, നമുക്ക് സീക്വൻഷ്യലായിട്ട് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ 2 എണ്ണം നമുക്കിവിടെ നോക്കാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എറേസും സ്റ്റാക്കും നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. എറേ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഒന്ന് വേഗം പറഞ്ഞിട്ട് പോവാം. എൻ എറേ ഈസ് എ ഫൈനൈറ്റ് ഓർഡേർഡ് ഹോമോജീനിയസ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. ഇപ്പോൾ പഠിച്ച് എക്സാം എഴുതിയത് കൊണ്ട് നിങ്ങളോട് മറന്നു പോയിട്ടുണ്ടാവില്ല. എറേ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഓർഡേർഡ് ഹോമോജീനിയസ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ്. ദീസ് എലമെൻറ്റ്സ് ഓഫ് ദി എറേസ് ആർ സ്റ്റോർഡ് ഇൻ കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ. ഈ അറേയിലെ എലമെൻറ്റ്സൊക്കെ കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എലമെൻറ്റ്സ് ആർ ആക്സസ്ഡ് യൂസിങ് ദി ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. എലമെൻറ്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നോക്കുക, നമ്മൾ സിൻടാക്സ് നോക്കുക, ഡാറ്റ ടൈപ്പ്, എറേ നെയിം, ആ സൈസ് അല്ലേ, ഓപ്പൺ ആൻഡ് ക്ലോസിങ് ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് മാക്സിമം സൈസ്. അതാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓൾസോ കോൾ സബ്സ്ക്രിപ്റ്റഡ് വേരിയബിൾസ് എന്നാണ് പറയുക. ഇവിടെ ഡാറ്റ ടൈപ്പ് എക്സാമ്പിൾ നോക്കാം. അടുത്തതിലേക്ക് കണ്ടാൽ ഇൻഡ് എ ഓഫ് 10. ഇൻഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്, എ എന്ന് പറയുന്ന എറേ നെയിമാണ്, 10 എന്ന് പറയുന്നതാണ് സബ്സ്ക്രിപ്റ്റ് അല്ലേ. ഇവിടെ നോക്കുക, ഹിയർ എ ഈസ് ദ നെയിം ഓഫ് ദി എറേ വിച്ച് ക്യാൻ സ്റ്റോർ എ മാക്സിമം ഓഫ് 10 ഇൻറ്റിജർ എലമെൻറ്റ്സ്. 10 ഇൻറ്റിജർ എലമെൻറ്റ്സിനെ ഈ എറേയിൽ സ്റ്റോർ ചെയ്യാം. അതിനെ നമ്മൾ കണക്കാക്കുക 0 to 9. ഈ എറേ ഇൻഡെക്സ് സ്റ്റാർട്ട് വിത്ത് 0 അല്ലേ. എറേ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും, എൻഡ് ചെയ്യുന്നതിൽ n-1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ n എന്ന് പറയുന്നത് ടോട്ടൽ സൈസാണ്. ആ മാക്സിമം സൈസിനെക്കാട്ടിയും 1 കുറവായിരിക്കും എൻഡിലുള്ളത്. 0-ൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ മെമ്മറിയുടെ റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് 0th ലൊക്കേഷനാണ്, എ ഓഫ് 1. സെക്കൻഡ് എലമെൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എ ഓഫ് 1-ലാണ്. അങ്ങനെ ലാസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എ ഓഫ് 9-ലാണ്. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാക്ക്. എന്താണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്? നമ്മളെപ്പോഴും സ്റ്റാക്കിന് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ പറയാം, നമ്മുടെ മേശപ്പുറത്ത് ബുക്ക് അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഒരു 10 ആളെ നോട്ട്ബുക്ക് അട്ടിക്ക് വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക. എറേയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പോലെ നമ്മൾ സ്റ്റാക്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാമ്പിൾ ഓർത്ത് കഴിഞ്ഞാൽ മതി. നമ്മുടെ മേശയുടെ മുകളിൽ, ഇപ്പോൾ ക്ലാസ് റൂമിൽ ബെഞ്ചിൻ്റെ മുകളിൽ ഒരു 10 ബുക്ക് മേലെ ആയിട്ട് അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെയാണ് നമ്മൾ സ്റ്റാക്കിൽ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുക. ഇവിടെ നോക്കുക, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ വെർ ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ ഓഫ് എലമെൻറ്റ്സ് ആർ ഡൺ അറ്റ് ഓൺലി 1 end വിച്ച് ഈസ് നോൺ ആസ് ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അതായത് 5 നോട്ട് അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ നോട്ട് വെക്കുന്നതും അതിൻ്റെ മേലെയാണ്, എന്നാൽ അതുമെന്നൊന്ന് എടുക്കുന്നതും മേലെ നിന്നാണ് അല്ലേ, ടോപ്പിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ ഓഫ് എലമെൻറ്റ്സ് ആർ ഡൺ അറ്റ് ഓൺലി 1 end വിച്ച് ഈസ് നോൺ ആസ് ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. സ്റ്റാക്ക് ഈസ് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചർ. ലാസ്റ്റ് ഇൻ ചെയ്തതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുക അല്ലേ. മേശേൻ്റെ മുകളിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നിന്നാണ് എടുക്കുക. ആ ഒരു ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ബുക്ക്, അതിൽ ലാസ്റ്റ് വെച്ചുള്ള ആരാണോ ആ ഒരു ബുക്കാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുക. അതുകൊണ്ട് അതിന് ലിഫോ സ്ട്രക്ചർ എന്നാണ് പറയുക, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ബിക്കോസ് ദ ലാസ്റ്റ് എലമെൻറ്റ് വിച്ച് ഈസ് ആഡഡ് ടു ദ സ്റ്റാക്ക് ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ് വിച്ച് ഈസ് ഡെലീറ്റഡ് ഫ്രം ദ സ്റ്റാക്ക്. അതുകൊണ്ട് തന്നെ സ്റ്റാക്ക് 2 ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ഓപ്പറേഷൻസ് എന്തൊക്കെ? പുഷും പോപ്പും. പുഷ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ടിങ് ആൻ എലമെൻറ്റ് ടു ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഈ സ്റ്റാക്കിൻ്റെ മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് എന്ത് പറയുന്നത്? പുഷ് എന്ന് പറയുന്നത്. എന്നാൽ റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് പോപ്പ് എന്ന് പറയുന്നത്. റിമൂവിങ് ആൻ എലമെൻറ്റ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. എ സ്റ്റാക്ക് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എറേസ് ഓർ ലിങ്ക്ഡ് ലിസ്റ്റ്.
സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുക? ഒന്നുകിൽ എറേന അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റിന. നമ്മൾ നെക്സ്റ്റ് മോഡ്യൂൾ സ്റ്റാക്കാണ് പഠിക്കേണ്ടത്. നമുക്ക് പഠിക്കാം, അവിടെ നമുക്ക് യൂസ് ചെയ്യാം. എറേ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റാക്കിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള പ്രോഗ്രാം ലാബിൽ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് വിശദമായിട്ട് നോക്കാം കേട്ടോ. ഇവിടെ നോക്കാം, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ സ്റ്റാക്ക് യൂസിങ് എറേ. എറേയിൽ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ലെറ്റ് മാക്സ് ബി ദ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സ്റ്റാക്ക്. മാക്സ് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സ്റ്റാക്ക്. സ്റ്റാക്കിലെ മാക്സിമം എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് മാക്സ് യൂസ് ചെയ്യുന്നത്. ലെറ്റ് ടോപ്പ് റെപ്രസെൻറ്റ്സ് ദ പൊസിഷൻ ഓഫ് ദി ടോപ്പ് എലമെൻറ്റ് ഇൻ ദി സ്റ്റാക്ക്. ടോപ്പ് എന്ന് പറയുന്ന നെയിം നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സ്റ്റാക്കിൻ്റെ ടോപ്പ് പൊസിഷനെയാണ്. ഇവിടെ അത് പറഞ്ഞിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സ്റ്റാക്കിൽ 4 ലെറ്റർ ABCD എന്ന് പറഞ്ഞ 4 ലെറ്ററാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, സ്റ്റാക്കിൻ്റെ 2 ഓപ്പറേഷൻ പുഷും പോപ്പും ഉണ്ടായിരുന്നു അല്ലേ? അവിടെ തന്നെ ഈ പുഷിലും പോപ്പിലും 2 ഓപ്പറേഷൻ വീണ്ടും നമുക്ക് വരും. ഒന്നുകിൽ സ്റ്റാക്ക് ഫുള്ളാവാം, അല്ലെങ്കിൽ സ്റ്റാക്കിൽ ഒരു എലമെൻറ്റും ഇല്ലാത്ത കണ്ടീഷൻ ആവാം. സ്റ്റാക്ക് ഫുള്ളാവുന്ന കണ്ടീഷനാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. സ്റ്റാക്ക് എംറ്റി ആവുന്ന കണ്ടീഷനാണ് അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാക്കിലേക്ക് സ്റ്റാക്കിന് നമ്മളിപ്പോൾ എറേ ഉപയോഗിച്ചാണ് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ 10 എന്ന് പറഞ്ഞൊരു എറേ, 10 എലമെൻ്റ് ഉള്ള ഒരു എറേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാക്കിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 11ാമത്തെ ഒരു എലമെൻറ്റിനെ നമുക്ക് ആ സ്റ്റാക്കിലേക്ക് എൻ്റർ ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നോക്കുക, നമ്മൾ ടോപ്പ് ഈസ് ഈക്വൽ ടു മാക്സ് -1 ആയിരിക്കും അല്ലേ? ഇപ്പോൾ 10 ആണെങ്കിൽ എന്തായിരിക്കും? ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 9 ആണ് അല്ലേ? അപ്പോൾ മാക്സ് -1 ആയിരിക്കും. അതായത് n-1, മാക്സിമം -1, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദെൻ ദ സ്റ്റാക്ക് ഈസ് ഫുൾ. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് ഫുള്ളായിരിക്കും. പിന്നെ ഒരു എലമെൻറ്റിൻ്റെ അവിടേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വി ക്യാൻ ഇൻസേർട്ട് എൻ എലമെൻറ്റ് ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഓൾറെഡി ഫുൾ. ഇപ്പോൾ സ്റ്റാക്കിൽ ഇപ്പോൾ ഒരൊറ്റ എലമെൻറ്റും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ടോപ്പ് ഈസ് ഈക്വൽ ടു നള്ളായിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. 0th ലൊക്കേഷൻ ആണെങ്കിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും അല്ലേ? -1 ആവുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നള്ളാവുന്ന കണ്ടീഷനിലാണ് സ്റ്റാക്ക് എംറ്റി ആവുക. അതിനെയാണ് പറയുന്നത് ഇവിടെ അണ്ടർഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ് 1, 2, 3 പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ കാണുക. എന്നിട്ട് ഇതിൻ്റെ നോട്ട്സ് വൃത്തിയായിട്ട് നമ്മൾ ഡാറ്റാ സ്ട്രക്ചറിന് ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് അതിലെഴുതി വെക്കുക. ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ ആ ദിവസം ഞാൻ നോട്ട് ചെക്ക് ചെയ്യും. അതിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന കംപ്ലീറ്റ് നോട്ട്സും വേണം. ഞാൻ ഈ PPTയിൽ തരുന്ന നോട്ട്സ് മാത്രം മതി നിങ്ങൾക്ക് പഠിക്കാൻ, എക്സാമിന് പഠിക്കാൻ. ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അത്രയും ചെറുതാക്കിയിട്ടും അത്രയും സിമ്പിളാക്കിയിട്ടാണ് നിങ്ങൾക്ക് നോട്ട്സ് തരുന്നത്. അത് മസ്റ്റായിട്ടും നിങ്ങളെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത് ഡാറ്റാ സ്ട്രക്ചറിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്താണ് ഡാറ്റാ സ്ട്രക്ചർ, ഡാറ്റാ സ്ട്രക്ചറിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന സംഭവങ്ങൾ അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് എലമെൻറ്റ്സുകളിലൂടെ ഡാറ്റ എന്താ, ഡാറ്റ ഐറ്റം എന്താ, എലമെൻ്ററി ഡാറ്റ എന്താ, ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്താ, അതുപോലെ ഫീൽഡ്, റെക്കോർഡ്, ഫയൽ, അതിലൂടെ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ വന്നു. ഡാറ്റ സ്ട്രക്ചർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു 2, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. ദെൻ നോൺ പ്രിമിറ്റീവ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ആ ലീനിയറിലുള്ള എറേയും സ്റ്റാക്കും വരെയാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കണേ.